ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് എന്നെ പരിപാലിക്കുന്ന ദൈവം, എന്നെ നിലനിർത്തുന്ന ദൈവം, എന്നെ പുലർത്തുന്ന ദൈവം. നോക്ക്, അവൾ പെറുക്കിയതൊക്കെ മെതിച്ചു. മെതിച്ചതിന് ശേഷം അത് അളന്നു നോക്കിയപ്പോൾ ഒരു പറയുണ്ട്. നിങ്ങൾ നോക്ക്, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നിങ്ങൾ ഓരോരുത്തർക്ക് താന്താങ്ങൾക്ക് ഒരിടങ്ങഴി വീതം പറക്കിക്കൊള്ളണം. 6-ാം ദിവസം 2 ഇടങ്ങഴി പറക്കിക്കൊള്ളണം. കാരണം ഞായറാഴ്ച സ്വസ്ഥ ദിവസം നിങ്ങൾക്ക് കിട്ടത്തില്ല. 6-ാം ദിവസം നിങ്ങൾ 2 ഇടങ്ങഴി പറക്കിക്കൂ. അത് അടുത്ത ദിവസത്തേക്ക് കൂടിയാണ്. ഒരിടങ്ങഴി. അങ്ങനെയാണെങ്കിൽ ഈ രൂത്തിനും ബോവസിനും ആ ദിവസം വേണ്ടിയത് 2 ഇടങ്ങഴിയാണ്. എന്നാൽ അവൾക്ക് ലഭിച്ച നെൽമണികൾ അതെല്ലാം പാകപ്പെടുത്തി അളന്നു നോക്കിയപ്പോൾ ഒരു പറയുണ്ട്. ആ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു നാഴി, ഒരു പറ എന്ന് പറയുന്നത് 10 നാഴിയാണ്. എൻ്റെ ആഗ്രഹം 2 നാഴിയാണ്. എന്നാൽ ഇവിടെ പറയുന്നു ഞാൻ 2 നാഴിക്ക് വേണ്ടി ആഗ്രഹിച്ചത്. എന്നാൽ ഇപ്പോൾ പറയുകയാണ് എനിക്കൊരു പറ ലഭിച്ചിരിക്കുന്നു. ഇത്ര അമിതമായി എന്നെ കരുതുന്ന എൻ്റെ ദൈവം, ഇത്ര കരുണയോടെ എന്നെ പുലർത്തുന്ന ദൈവം. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തെ ഞാൻ നോക്കുമ്പോൾ, ഞാൻ വിലയിരുത്തുമ്പോൾ, ഞാൻ പ്രതീക്ഷിക്കുന്നതിലും ആശവയ്ക്കുന്നതിലുമൊക്കെ അധികമായി എന്നെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയതാണ്. എൻ്റെ പിതാവ്, എൻ്റെ ഭവനം സാമ്പത്തികമായി വളരെ മുന്നോട്ട് നിന്ന ഒരു ഭവനം തന്നെയാണ്. ഞങ്ങൾ വീട്ടിൽ 4 ആൺമക്കളും ഒരു സഹോദരിയുമാണ്. ഞങ്ങൾ കൊച്ചിയിലായിരിക്കുമ്പോൾ എൻ്റെ സഹോദരി മാർത്തോമ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അവൾ സഹോദരിയാണ് ഏറ്റവും മൂത്തത്. പിന്നെ ഞങ്ങൾ 4 ആൺമക്കൾ. രാവിലെ 4 ആൺമക്കളെയും കൊണ്ട് ഒരു കാറിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ അവിടെ ഗുജറാത്തി സ്കൂൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ മൂത്ത 2 സഹോദരന്മാർ അവിടെ തിരുമല ദേവസ്വം സ്കൂൾ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നു. ഞാൻ അന്ന് ഈ തിരുമല ദേവസ്വം സ്കൂൾ തന്നെ ഒരു പ്രൈമറി ഉണ്ട്, LP സ്കൂളുണ്ട്, ലോവർ പ്രൈമറി. ഞാൻ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. അപ്പോൾ രാവിലെ ഡ്രൈവർ വന്ന് കാറിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ സ്കൂളിൻ്റെയും മുൻപിലാക്കി കൊണ്ടുപോകും. തിരികെയും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞാൻ 7th 8th പ്രവേശിക്കുന്ന സമയം എൻ്റെ പിതാവ് ഒരു സാമ്പത്തിക തകർച്ചയെ നേരിട്ടു. ബിസിനസ് രംഗത്ത് ഒരു വലിയ സാമ്പത്തിക തകർച്ച. എല്ലാം നഷ്ടമായിരിക്കുന്നു. ഞങ്ങളുടെ പിതൃഭവനം പോലും നഷ്ടമാക്കേണ്ടി വന്നു, ബാങ്കിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വലിയ സാമ്പത്തിക തകർച്ചയെ അഭിമുഖീകരിച്ചതായ ഒരു ഭവനം. അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നിക്കറും ഒരു ഉടുപ്പും മാത്രമാണ്.
ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ അമ്മ ഓരോ ദിവസവും അതലക്കി വൃത്തിയാക്കി നൽകും. എൻ്റെ ഷർട്ട് അതിൻ്റെ സ്റ്റിഫ് അത് പൊടിഞ്ഞ് കീറിപ്പോകും. അതമ്മ വീണ്ടും തയ്ച്ച് തരും. വൃത്തിയോടെ ആ സ്കൂളിൽ ചെല്ലും. എന്നാൽ ഇനിയും തയ്ച്ചാൽ നിൽക്കാത്ത ഒരു പരിധി വന്നപ്പോൾ അമ്മ ആ സ്റ്റിഫിലുള്ള തുണി അങ്ങ് കീറിക്കളഞ്ഞു. നീ നാളെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പോൾ വെളുത്ത സ്റ്റിഫ്, ഉടുപ്പിൻ്റെ കളർ വേറെ. അന്ന് ആ ഫാഷൻ ഇറങ്ങിയിട്ടില്ല. അന്ന് ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറയുകയാണ്, വർക്കി, ഇത് നല്ല ഉടുപ്പാണല്ലോ, നല്ല ഫാഷനായിരിക്കുന്നു. ഞാനത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്കളിൽ എന്നെ പുലർത്താൻ ശക്തനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായി, ബിയോണ്ട് മൈ എക്സ്പെക്റ്റേഷൻസ്, ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻസ്, നമ്മളുടെ പ്രതീക്ഷകൾക്കൊക്കെ അതീതമായി, ദി ഓൾമൈറ്റി ഗോഡ് ഹു സസ്റ്റെയിൻ ആൻഡ് പ്രൊവൈഡ് വിൽ സസ്റ്റെയിൻ ആൻഡ് പ്രൊവൈഡ് beyond my expectations, beyond our expectations. നമ്മളുടെ പ്രതീക്ഷകൾക്കൊക്കെ അതീതമായി നമ്മളെ നടത്തുന്ന ദൈവം. എൻ്റെ പിതാവ് ഒരു നീതിമാനായ മനുഷ്യനാണ്, ഒരു ഭക്തനായ മനുഷ്യനാണ്. എൻ്റെ അമ്മ അതുപോലെ തന്നെ. അമ്മ ഇന്ന് ഈ ലോകത്തിലില്ല. എന്നാൽ എൻ്റെ അച്ചായനും അമ്മയും അന്ന് ആ സാമ്പത്തിക തകർച്ച ഉണ്ടായ ആ ദിവസം, ആ രാത്രിയിൽ ഞങ്ങളെല്ലാവരെയും കൂട്ടി, ഞങ്ങൾ 4 മക്കളെയും എൻ്റെ സഹോദരിയും അന്ന് വീട്ടിലുണ്ട്, മഹാരാജാസ് കോളേജിൽ പഠിക്കുകയാണ്. ഞങ്ങളെ 4 സഹോദരന്മാരെയും സഹോദരിയെയും കൂട്ടി ആ രാത്രിയിൽ, ആ സാമ്പത്തിക തകർച്ചയുണ്ടായ ആ ദിനത്തിൽ ഒരുമിച്ച് കയ്യിൽ കോർത്ത് നിർത്തി ആ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അച്ചായൻ പാടിയ ഒരു പാട്ടുണ്ട്. ക്രിസ്തീയ കീർത്തനത്തിലെ ഒരു പാട്ടാണ്. ആ പാട്ടിങ്ങനെയാണ്: ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. യഹോവയെങ്കിലേക്ക് നോക്കുക, അവനായി കാത്തിരിക്കുക. എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും എൻ്റെ യേശു എനിക്ക് വെളിച്ചമാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ യേശു എന്നെ നടത്തുന്ന വഴികൾ, വിധങ്ങൾ എത്രയോ അനുഗ്രഹീതമാണ്. ആരും എൻ്റെ അടുത്തേക്ക് വരുവാനില്ലാത്തപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നവൻ, ആരും എന്നെ ആശ്വസിപ്പിക്കാനില്ലാത്തപ്പോൾ എൻ്റെ അടുത്തേക്ക് ആശ്വസിപ്പിക്കുവാൻ വരുന്നവൻ, ആരും എന്നെ ക്ഷണിക്കുവാനില്ലാത്തപ്പോൾ എന്നെ ക്ഷണിക്കുന്നവൻ, എനിക്ക് വേണ്ടി അത്യത്ഭുതമായി നന്മകൾ നൽകുന്നവൻ, അപ്പക്കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത രൂത്തിൻ്റെ ജീവിത അവസ്ഥ, അവിടെ നിന്നും ഒരു പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക്, അവളുടെ
പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തായി ഒരു പറ യവവുമായി നിൽക്കുന്ന അവളുടെ അവസ്ഥ. എന്നെ പുലർത്തുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ കരുതുന്നവൻ എൻ്റെ പ്രതീക്ഷകൾക്കും എൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾക്കുമൊക്കെ അപ്പുറത്തായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. നമ്മളെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. 2014 കൺവെൻഷൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതയാത്രകളിൽ ആര് കൈവിട്ടാലും കൈവിടാത്ത നിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവരെല്ലാം അവരുടെ ആ വലതുകരം ആ നെഞ്ചോട് ചേർത്ത് പിടിക്കട്ടെ. യേശുവേ, നീ എന്നെ നയിക്കണം, നീ എന്നെ പരിപാലിക്കണം എന്നാഗ്രഹിക്കുന്നവരെല്ലാവരും അവരുടെ കരങ്ങൾ ആ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് വെക്കട്ടെ. ആ ഇടതുകരം ഒന്ന് ഉയർത്തട്ടെ. എൻ്റെ യേശുവിനായി, എൻ്റെ യേശുവിനായി, എൻ്റെ യേശുവിനെ പരിപാലിക്കും. അവൻ അന്ത്യം വരെ പരിപാലിക്കാൻ വിശ്വസ്തനാണ്. നമുക്ക് ഒരു സമർപ്പണ ഗാനം ആ കൈപൊക്കിയ എല്ലാവരും യേശുവിൻ്റെ കർത്തൃത്വം ആഗ്രഹിക്കുന്നവർ എല്ലാവരും ആ ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആ സമർപ്പണ ഗാനം ഈ കൊയറിന്റെ പിന്നാലെ നമുക്ക് ഏറ്റുചൊല്ലാം. ആ ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി നിൽക്കട്ടെ. ആ ഹൃദയം, ആ കരങ്ങൾ നെഞ്ചോട് ചേർന്നിരിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ നമ്മോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനങ്ങൾ കൈക്കൊണ്ട് നമ്മെ ഏവരെയും നന്മയോടുകൂടെ കാത്തു പരിപാലിക്കുമാറാകട്ടെ.